പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ തിരിച്ചടിയായി 2025 മെയ് 7 ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ 4 ദിവസം നീണ്ട ഓപ്പറേഷൻ സിന്ദൂർ 2 മാസം തികഞ്ഞു. പതിയെ ഓപ്പറേഷൻ സിന്ദൂർ മറവിയിലേക്ക് പോവുകയാണ്. പക്ഷേ ഇന്ത്യ എന്ന രാജ്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്തെല്ലാം നേട്ടം ഉണ്ടാക്കി? ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നമ്മുടെയും ചില പട്ടാളക്കാരുടെയും സാധാരണ ജനങ്ങളുടെയും വിലപ്പെട്ട ജീവൻ നഷ്ടമായി. അത് മറന്നിട്ടല്ല. അവരോട് എല്ലാ ആദരവും ഉണ്ട്. അതുപോലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച നമ്മുടെ സഹോദരങ്ങളോടും. ഇന്നത്തെ കാലത്തെ യുദ്ധത്തിൽ അത്യാധുനിക ആയുധങ്ങളും കാശും വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത്. 4 ദിവസത്തെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 50,000 കോടി രൂപയുടെ അധിക തുക കേന്ദ്ര സർക്കാർ സേനകൾക്കായി പ്രഖ്യാപിച്ചു. പിന്നീട് ആയുധങ്ങൾ പർച്ചേസ് ചെയ്യാൻ എമർജൻസിയായി 2,000-ലധികം കോടി രൂപ വേറെയും. ചിന്തിക്കുക, എത്രത്തോളം കോസ്റ്റ്ലി ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന്. കാരണം നമ്മൾ ഉപയോഗിച്ചത് അത്യാധുനികവും പ്രിസിഷനുമായ ആയുധങ്ങളാണ്. വളരെ ചിലവേറിയതാണത്. അതേസമയം പാകിസ്ഥാൻ്റെ ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ വളരെ വില കുറഞ്ഞതും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും പ്രഹരശേഷിയുമേ അതിനും ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ കൃത്യതയും പ്രഹരശേഷിയും ഉറപ്പാക്കൽ എത്ര ചിലവേറിയതാണെന്ന്. 4 ദിവസം കൊണ്ട് പാകിസ്ഥാന് ഒരിക്കലും മറക്കാത്ത പ്രഹരം കൊടുക്കാൻ പറ്റിയത് ഈ ആയുധങ്ങളുടെ കൃത്യതയും മാരകമായ പ്രഹരശേഷിയും കൊണ്ടാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ പല രാജ്യങ്ങളും സന്ദർശിക്കുകയാണ്. കൂടെ ബ്രിക്സ് ഉച്ചകോടിയും. ഘാന, ഗ്രീസ്, അർജന്റീന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾ. ഈ സന്ദർശനത്തിനിടയിൽ എല്ലാ രാജ്യങ്ങളും ആവശ്യപ്പെടുന്നത് ഇന്ത്യയുമായുള്ള ആയുധ കരാറിനാണ്. എല്ലാവർക്കും നമ്മുടെ ആയുധങ്ങൾ വേണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉറക്കം കെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണിവ. ട്രംപിൻ്റെ മാത്രമല്ല, ആയുധങ്ങൾ കച്ചവടം ചെയ്യുന്ന പല രാജ്യങ്ങളുടെയും, ചൈന ഉൾപ്പെടെ. ഇന്ത്യയിൽ നിന്നും അമേരിക്കയ്ക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് 500% ടാക്സ് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിൻ്റെ ഭീഷണി. അതുപോലെ ബ്രിക്സിൽ ചേരുന്ന രാജ്യങ്ങൾക്കും 10% അധിക ടാക്സ് ഏർപ്പെടുത്തുമെന്ന് വീണ്ടും ട്രംപിൻ്റെ ഭീഷണിയുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ സൈനിക ഏറ്റുമുട്ടൽ അവസാനിച്ചു. ഓർക്കുക, ലോകത്ത് മറ്റു 2 യുദ്ധങ്ങൾ വർഷങ്ങളായി തുടർന്നു വരികയാണ്. അതായത് റഷ്യയും ഉക്രൈനും തമ്മിലും പിന്നെ ഇസ്രായേലും ഹമാസ്, ഹിസ്ബുള്ള, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം. ഓപ്പറേഷൻ സിന്ദൂർ 4 ദിവസം കൊണ്ട് തീർന്നത് ശരിക്കും നമുക്ക് സാമ്പത്തികമായി വലിയ പരിക്ക് ഏൽപ്പിച്ചിട്ടില്ല. ഓരോ യുദ്ധങ്ങൾ കഴിയുമ്പോഴും ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. പുതിയ ചേരികൾ ഉരുത്തിരിഞ്ഞു വരും. അപ്പോൾ ഈ 3 യുദ്ധങ്ങൾ ലോകത്ത് വൻ മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് നമുക്ക് എന്ത് നേട്ടം? ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് 50,000 കോടി രൂപയുടെ അധിക ചെലവ് ഉണ്ടായി എങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമുക്ക് എത്രത്തോളം നേട്ടം ഉണ്ടാക്കാം? ഞാൻ മുൻപ് പറഞ്ഞല്ലോ നമ്മുടെ പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനവും അപ്പോൾ ആ രാജ്യങ്ങളിൽ നിന്നും ആയുധ കരാറിന് വേണ്ടി ഉണ്ടായ താൽപര്യപ്രകടനവും. ഇന്ത്യ പോലെ ശക്തമായ ഒരു ജനാധിപത്യ സംവിധാനമുള്ള രാജ്യത്ത് യുദ്ധ സാഹചര്യത്തിൽ നമ്മുടെ പ്രതിരോധ വകുപ്പ് യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും തന്ത്രങ്ങളും മെനയുമ്പോൾ സൈമിൾട്ടേനിയസായി എല്ലാ വകുപ്പുകളിലും പല ചർച്ചകളും ഉണ്ടാകും. ഉദാഹരണത്തിന് ധനകാര്യ വകുപ്പിൽ യുദ്ധച്ചെലവ്, യുദ്ധം നീണ്ടാലത്തെ സാമ്പത്തിക സാഹചര്യം, അതുപോലെ ആരോഗ്യവകുപ്പ് മരുന്നുകൾ ശേഖരിക്കുന്നതിനും യുദ്ധ സാഹചര്യത്തിൽ അതിനുവേണ്ടി ഹോസ്പിറ്റലുകളെ തയ്യാറെടുപ്പിക്കുന്നതിലും, ആഭ്യന്തര വകുപ്പിൽ ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിടുന്നതിനെ പറ്റിയും, ഭക്ഷ്യവസ്തുക്കൾ അടിയന്തിരമായി ദീർഘകാലത്തേക്ക് ശേഖരിക്കൽ തുടങ്ങി എല്ലാ വകുപ്പുകളും ഉണർന്ന് പ്രവർത്തിക്കും. മറുവശത്ത് പാകിസ്ഥാൻ പോലെ പേരിന് മാത്രം ജനാധിപത്യം നിലനിൽക്കുന്ന മിലിറ്ററിയുടെ നിയന്ത്രണത്തിലുള്ള രാജ്യത്ത് യുദ്ധത്തെപ്പറ്റിയും ശത്രുവിനെ എങ്ങനെയും കീഴ്പ്പെടുത്തുന്നതിനെ പറ്റിയും മാത്രമായിരിക്കും പ്രധാന ചർച്ച. പിന്നെ സാമ്പത്തികം. യുദ്ധം പോലുള്ള സാഹചര്യത്തിൽ ജനങ്ങൾക്കുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ നേരിടാനുള്ള സാമ്പത്തികം ഇന്ത്യയെപ്പോലെ പാകിസ്ഥാനില്ല. യുദ്ധം കൊണ്ടുണ്ടായ ചിലവ് എങ്ങനെ മറികടക്കാം എന്നതിനെപ്പറ്റി തീർച്ചയായും നമ്മുടെ രാജ്യത്ത് ചർച്ച ഉണ്ടായിട്ടുണ്ടാവും. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ നമ്മുടെ സ്വന്തമായി ഡെവലപ്പ് ചെയ്തെടുത്ത ആയുധങ്ങൾ പരീക്ഷിച്ചു. അത് വൻ വിജയവുമായി. ഈ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും മറ്റു രാജ്യങ്ങൾക്ക് കച്ചവടം ചെയ്യുന്നതിനും നമുക്ക് ആരുടെയും അനുവാദം വേണ്ട. സ്വയം പര്യാപ്തത നേടിയാലുള്ള ഏറ്റവും വലിയ ഗുണം അതാണ്. അതുപോലെ അതിൻ്റെ ആ ആയുധങ്ങളുടെ സാങ്കേതിക വിദ്യ അത് ചോർന്നു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. മറ്റൊരു രാജ്യത്തു നിന്ന് വാങ്ങുകയാണെങ്കിൽ ആ രാജ്യത്തു നിന്ന് ചോർന്നു പോകാം, നമ്മുടെ രാജ്യത്തു നിന്നും ചോർന്നു പോകാം. സ്വന്തമായി ഡെവലപ്പ് ചെയ്തതാണെങ്കിൽ നമ്മുടെ രാജ്യത്തു നിന്നും ചോർന്നു പോകാതിരിക്കാൻ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം എന്ന് പറയുന്നത് പോലെ യുദ്ധം കൊണ്ടുണ്ടായ ചിലവ് യുദ്ധത്തിൽ നിന്ന് തന്നെ കണ്ടെത്തുന്ന ഒരു സമീപനമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കയും മറ്റും മുൻകാലങ്ങളിലും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ്. നമ്മൾ
ചന്ദ്രയാൻ വിക്ഷേപിച്ചപ്പോഴും മംഗൾയാൻ വിക്ഷേപിച്ചപ്പോഴും കാർട്ടൂൺ ഇറക്കി കളിയാക്കിയവർക്ക് ഇത് സഹിക്കാനാവില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ബ്രിട്ടീഷ് എയർഫോഴ്സിൻ്റെ F-35B വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ചിറകൊടിഞ്ഞ പക്ഷിയെപ്പോലെ കിടക്കുമ്പോൾ ചൈനയുടെയും ഉറക്കം കെടുത്തുന്നതാണ് ഈ സംഭവം. അവരുടെ 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റുകളായ J-20യെയും J-35നെയും പിന്നീട് ഈ അടുത്ത കാലത്ത് അവർ പുറത്തിറക്കി എന്ന് അവകാശപ്പെടുന്ന 6th ജനറേഷൻ ഫൈറ്ററിനെയുമൊക്കെ നമുക്കിതുപോലെ ചെയ്യാനാവും. F-35ന് നമ്മുടെ എയർഫോഴ്സ് പണി കൊടുത്തതാണ് എന്ന് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ഞാൻ ഇത് പറയുന്നത് കഴിഞ്ഞ ദിവസം മറുനാടൻ ചാനലിൽ വന്ന ന്യൂസിനെ ആസ്പദമാക്കിയാണ്. എന്തെങ്കിലും റിലയബിൾ ആയ ഇൻഫർമേഷൻ കിട്ടാതെ അവർ അത് പറയില്ല. അനുവാദമില്ലാതെ നമ്മുടെ എയർ സ്പേസിൽ കടന്ന F-35നെ നമ്മുടെ റഡാറുകൾ കണ്ടെത്തി ജാം ചെയ്ത് റീസെറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉൾപ്പെടെ ഫോർമാറ്റ് ചെയ്താൽ എങ്ങനെയിരിക്കും അതുപോലെ. ഇവിടേക്ക് വരാൻ വേണ്ടി പറന്നുയർന്ന വിമാനവാഹിനി കപ്പലുമായുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഉൾപ്പെടെയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും എൻജിൻ കൺട്രോളും എല്ലാം അലങ്കോലമാക്കി. മാത്രമല്ല എമർജൻസി ലാൻഡിംഗ് സംവിധാനം ഉപയോഗിച്ചാണ് ലാൻഡ് ചെയ്തതെന്നും പറയപ്പെടുന്നു. അതുപോലെ നമ്മുടെ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് സിസ്റ്റം ഫ്രാൻസ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അസർബൈജാൻ്റെ ആക്രമണം നേരിടാൻ അർമീനിയയ്ക്ക് ആൾറെഡി നമ്മൾ പിനാക്ക സിസ്റ്റം കൊടുത്തു കഴിഞ്ഞു. 2020 അർമീനിയ അസർബൈജാൻ യുദ്ധത്തിലാണ് ഡ്രോണുകൾ ആദ്യമായി സംഹാരതാണ്ഡവമാടിയത്. അതിൽ അസർബൈജാനേക്കാൾ വലിയ സൈനിക ശക്തിയായിരുന്ന അർമീനിയയ്ക്ക് അസർബൈജാനിൽ നിന്നും വന്ന ഡ്രോണുകൾ കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത്. വൻതോതിൽ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് അസർബൈജാൻ. ഇപ്പോൾ അർമീനിയയ്ക്ക് വലിയ ഒരു രക്ഷാകവചമാണ് നമ്മൾ കൊടുത്ത പിനാക സിസ്റ്റം. അതുപോലെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നമ്മൾ പരീക്ഷിച്ച ആൻറ്റി ഡ്രോൺ സംവിധാനമായ ഭാർഗവാസ്ത്ര. ചിലവ് കുറഞ്ഞ ചെറിയ സംവിധാനമാണത്. ചിലവ് കുറഞ്ഞ കാമിക്കാസി ഡ്രോണുകളെ ആകാശം S-400 പോലെ ചിലവേറിയ വലിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നേരിടുന്നതിനേക്കാൾ ചിലവ് കുറഞ്ഞ സംവിധാനമായി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഭാർഗവാസ്ത്ര. തീരെ ചെറിയ ഗൈഡഡും അൺഗൈഡഡുമായിട്ടുള്ള മിസൈലുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സിസ്റ്റമാണ് ഭാർഗവാസ്ത്ര. അതുപോലെ ഓപ്പറേഷൻ സിന്ധൂറിൽ ഉപയോഗിച്ച സുദർശന ചക്ര എന്ന റഷ്യയിൽ നിന്നും വാങ്ങിയ S-400 വ്യോമപ്രതിരോധ സംവിധാനം, അതും ഇന്ത്യയിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ നമ്മുടേതായ കസ്റ്റമൈസേഷൻ അതിൽ നടത്തി. അതുകൊണ്ടാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പലപ്പോഴും പരാജയപ്പെട്ട S-400 ഇന്ത്യയിൽ വൻ വിജയമായത്. S-400നെ ഈ ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ 10-11 പ്രാവശ്യം മാത്രമേ റീചാർജ് ചെയ്തിട്ടുള്ളൂ എന്നും പറയപ്പെടുന്നു. അതായത് നമ്മൾ കൂടുതലായി ആകാശ് മിസൈലിനെയും പിന്നെ നമ്മൾ സ്വന്തമായി ഡെവലപ്പ് ചെയ്തെടുത്ത മറ്റ് സംവിധാനങ്ങളുമാണ് ഉപയോഗിച്ചത്. അതുപോലെ S-400, ആകാശ്, അതുപോലുള്ള മറ്റ് പല മിസൈലുകളും റോക്കറ്റുകളും ഉൾപ്പെടുത്തി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത D4 വ്യോമപ്രതിരോധ സംവിധാനം പല റേഞ്ചിലുള്ള, അതായത് ലോങ് റേഞ്ച്, മീഡിയം റേഞ്ച്, ഷോർട്ട് റേഞ്ച് വ്യോമപ്രതിരോധ സംവിധാനങ്ങളും മിസൈലുകളും റോക്കറ്റുകളും ഉൾപ്പെടുന്ന ഒരു മൾട്ടി ലെയർ നെറ്റ്വർക്കാണ് D4 സിസ്റ്റം. ഇപ്പോൾ അതിനും വൻ ഡിമാൻഡാണ്. പിന്നെ നമ്മുടെ സ്വന്തം കാമിക്കാസി ഡ്രോണായ നാഗാസ്ത്ര പാകിസ്ഥാനിൽ വൻ നാശനഷ്ടമാണ് വരുത്തിയത്. ഇവയ്ക്കൊക്കെ വൻ ഡിമാൻഡാണിപ്പോൾ. കൂടാതെ ഇന്ത്യ പിന്തുടരുന്ന നയം, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഉദാരമായ വ്യവസ്ഥയിൽ ചൈന ചെയ്യുന്നത് പോലെ കടക്കണിയിൽ പെടുത്താതെ വായ്പയായി നമ്മൾ മുൻപ് കച്ചവടം നടത്തിയിട്ടുണ്ട്. ആ രാജ്യങ്ങളിൽ നമ്മുടെ സ്വാധീനം ഉണ്ടാകുമെങ്കിലും അവരെ കടക്കണിയിൽപ്പെടുത്തില്ല. ചൈനയുടെ കടക്കണിയിൽപ്പെട്ട ശ്രീലങ്കയുടെയും മാലിയുടെയും പാകിസ്ഥാൻ്റെയും ഒക്കെ അവസ്ഥ കണ്ടല്ലോ. അപ്പോൾ ഈ ആയുധ കച്ചവടത്തിലൂടെ നമുക്ക് യുദ്ധത്തിനായി ചിലവായതിൻ്റെ 10 മടങ്ങ് നേടിയെടുക്കാൻ കഴിയട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.